തുമ്മുമ്പോൾ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴൊക്കെ ചുമയ്ക്കുമ്പോൾ ഒക്കെ ലൈക്ക് ചെറുതായിട്ട് മൂത്രം വരുന്നു, ലൈക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ് എന്നുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അത്? ഇങ്ങനെ ഈ ചുമയ്ക്കുമ്പോൾ മൂത്രം പോവുക, ഇങ്ങനെ പാഡ് വെച്ച് നടക്കുന്ന, അങ്ങനെയുള്ള ഇത് ആരോടും പറയാണ്ട് നടക്കുന്ന ഒരുപാട് പേഷ്യൻസിനെ ഞാൻ കാണാറുണ്ട്. അപ്പം ചിലപ്പം ആ സമയത്ത് ഡെലിവറിൻ്റെ സമയത്ത് ഡിഫിക്കൽട്ട് ഡെലിവറി ആയിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന വജൈനൽ മസിൽസ്, നമ്മുടെ പെരീനിയൽ മസിൽസിൻ്റെ ലാക്സിറ്റി, അതൊക്കെ വീക്കാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇപ്പം വയറിൻ്റെ മസിൽസ് പോലെ തന്നെയാണ് നമ്മുടെ താഴ്ഭാഗത്ത് ഉണ്ടാവുന്ന മസിൽസും. അപ്പോൾ അപ്പം നമ്മൾ വയറ് ചാടുമ്പോൾ നമ്മൾ വയറ് ടോൺ ചെയ്യാൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഈ ചാടിയ വയറിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എക്സസൈസ് വഴി മാത്രമേ പറ്റുള്ളൂ, അതിനെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ താഴ്ഭാഗത്തുള്ള മസിൽസും. അപ്പോൾ അതിന് ഈ ഡെലിവറി സമയത്ത് അതിൻ്റെ ആഘാതം കാരണം, ഡിഫിക്കൽട്ട് ഡെലിവറീൻ്റെ സമയത്ത് അതിന് ഇഞ്ചുറി സംഭവിക്കുന്നു. പിന്നെ നമ്മളത് തീരെ ശ്രദ്ധിച്ചിട്ടില്ല, ടോൺ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നാച്ചുറലി അതെല്ലാം ഇങ്ങനെ തൂങ്ങി വരികയും, അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ബ്ലാഡറിന്, മൂത്രസഞ്ചിയും ഒക്കെ കുറച്ച് താന്ന് വരികയും, ചുമയ്ക്കുമ്പോൾ വീക്കാവുമ്പോൾ ചുമയ്ക്കുമ്പോൾ മൂത്രം പോവുകയും ഇതൊക്കെ സാധാരണ കാണും. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇന്ന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ലേസർ ചികിത്സയുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ചെയർ ഉണ്ട്, ഈ മസിൽസിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് കൊടുക്കുന്ന മെഷീൻസാണ് അതൊക്കെ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഡിഫിക്കൽട്ട് ഡെലിവറി ഉള്ള ഒരാൾ നമ്മളൊരു 3 months കഴിഞ്ഞിട്ട് നമ്മുടെ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച്, അപ്പോൾ കാരണം പ്രശ്നം തുടങ്ങുന്നതിൻ്റെ നമുക്കറിയാലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പം ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ഡെലിവറി ഉള്ളവർ പ്രശ്നം തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അവരുടെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അത് മസിൽസിനെയൊക്കെ ടൈറ്റ് ആക്കുന്ന ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണം.